എല്ലാവർക്കും നമസ്കാരം. മിനിറ്റ്സ് ആൻഡ് കുക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈസി ആൻഡ് ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഗ്രിൽഡ് ചിക്കൻ സ്ക്യൂറിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഞാനിതിപ്പോൾ എയർ ഫ്രയറിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് തവയിലും ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനൊരു 300 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് പീസ് വെച്ചിട്ടാണ് ഈ സ്ക്യൂർ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മാരിനേഡിന് വേണ്ടിയിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ സ്പൈസി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ, പിന്നെ വേണ്ടത് ആവശ്യത്തിന് സോൾട്ട്, 1/2 ലെമൺ സ്ക്വീസ്ഡ്, പിന്നെ വേണ്ടത് ഒരു 1 ടീസ്പൂൺ യോഗട്ട്. അത് വലിയ പുളിയില്ലാത്ത തൈരാണെങ്കിലും നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് ഒരു 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി പാപ്രിക്ക പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്താലും മതി, ഒരു കളറിനും ഒരു ടേസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഈ ചിക്കൻ ആണെങ്കിൽ തലേ ദിവസം ചെറുതായിട്ടൊന്ന് മാരിനേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സെയിം മാരിനേഡ്, ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള സെയിം ഇതിലേക്ക് 2 പീസ് ഗാർലിക്കും പിന്നെ ഒരു ചെറിയ ജിഞ്ചറിൻ്റെ പീസും 2 ഗ്രീൻ ചില്ലീസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട്. അതൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് ഈ ചിക്കനിലേക്ക് ഒന്ന് മാരിനേഡ് ചെയ്തിട്ട് ഓവർനൈറ്റ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചിക്കനിലേക്ക് ആ ഒരു നല്ല മാരിനേഡിൻ്റെ ടേസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ചിക്കൻ നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അതിനുശേഷം നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ഈ മസാല ചേർത്തിട്ട് ഗ്രില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഈ ഫ്ലേവറൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം മുമ്പ് ഒരു 6 to 8 hours ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാലായിരിക്കും നന്നാവുക. സോ അപ്പോൾ നമ്മൾ ചിക്കൻ മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് മിനിറ്റ് നമുക്ക് ചെറുതായിട്ട് കോൺഫ്ലവർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. അത് കൊടുക്കുമ്പോൾ ചിക്കൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് നന്നായിട്ട് വരും. നല്ല നമ്മുടെ മാരിനേഡൊക്കെ നന്നായിട്ടൊന്ന് കോട്ടായിട്ടിരിക്കാൻ നമ്മൾ ഈ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മസാല വെച്ചിട്ട് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾക്ക് നമ്മുടെ ബാംബൂ സ്ക്യൂറിൽ നമുക്ക് വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഗാർലിക്കായിട്ടാണെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഗ്രില്ലായിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതാണ്. അപ്പം ഈ ഗാർലിക്ക് ഇതിനിടയ്ക്ക് നമ്മളിത് കൊടുക്കുമ്പോൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ഗാർലിക്കിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കും. അപ്പോൾ അതൊരു നല്ലൊരു ടേസ്റ്റാണ്. ഞങ്ങൾക്ക് പൊതുവേ ഗാർലിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഇനി അത് ഓപ്ഷണലാണ് കേട്ടോ. അതിന് പകരം നിങ്ങൾക്ക് പൊട്ടറ്റോ ചെറുതായിട്ട് വെഡ്ജസ് ആയിട്ട് അരിഞ്ഞിട്ട് അത് ഇങ്ങനെ സ്ക്യൂറിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം നമുക്ക് ചെറുതായിട്ട് സ്ക്വയർ പീസിൽ കട്ട് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഈ ചിക്കൻ്റെ പീസ് ഇതുപോലെ ബാംബൂ സ്ക്യൂറിൽ ഒന്ന് ടൈറ്റായിട്ട് ഇങ്ങനെ കോർത്തെടുക്കാം. അപ്പം വളരെ സിമ്പിളായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. ഗസ്റ്റൊക്കെ വരുമ്പോൾ സ്റ്റാർട്ടറായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നമ്മൾ ബോൺ പീസല്ല, അല്ലാത്ത മീറ്റായിട്ടുള്ള പീസാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ചതിന് ശേഷം നമ്മുടെ എയർ ഫ്രയറിലേക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 180 to 195 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് എയർ ഫ്രയർ ഇല്ല എന്നുണ്ടെങ്കിൽ പാനിനകത്ത് ചെറുതായിട്ട് ഒലിവ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് ഗ്രീസായിട്ട് വരണ പാകത്തിനാക്കിയതിന് ശേഷം നമുക്കിത് ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ ഇടയ്ക്ക് ഈ ചിക്കൻ ഒരു ഗ്ലേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും വെരി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ ടോട്ടൽ 15 മിനിറ്റ്സ് ആണല്ലോ കുക്കിംഗ് ടൈം പറഞ്ഞത്. അത് ചിക്കൻ കട്ട് ചെയ്യുന്നതിൻ്റെ സൈസിനനുസരിച്ച് കുക്കിംഗ് ടൈമും വ്യത്യാസം വരും കേട്ടോ. അപ്പം നമ്മളൊരു 9 to 10 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ചിക്കൻ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിടാം, ഒന്ന് എല്ലാ സൈഡും ഒന്ന് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മാക്സിമം ഒരു 15 to 20 മിനിറ്റ്സ് മതിയായിരിക്കും നന്നായിട്ട് ഗ്രില്ലായിട്ട് എയർ ഫ്രയറിൽ വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈവൻ സ്ക്യൂറൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും സാധാരണ രീതിയിൽ ഇതുപോലെ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് വലിയ കുക്കിംഗ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇതുപോലത്തെ ഈസി സിമ്പിൾ ഹോം കുക്കിംഗ് വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം.